രോഹിത്തേട്ടാ, അങ്ങനെ മലയാളത്തിനൊരു പുതിയ മാധ്യമ ലോകം കൂടി തുറന്നിരിക്കുകയാണ്. ഇന്നലെ ഒരു പുതിയ ചാനലിന്റെ ലോഗോ ലോഞ്ച് നടന്നു. അപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു. എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും ഒരു പുതിയ മാറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് ചീഫ് എഡിറ്ററായ സുജയ പാർവതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൊട്ടിഘോഷിച്ച് അടുത്ത ചാനൽ വരുന്നു. അതും ഈ പറയുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ വിജയമായി മാറാൻ സാധ്യതയുണ്ടോ? കേരളത്തിലെ പുതിയൊരു മാധ്യമ ലോകം കൂടി തുറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ മാധ്യമ ലോകത്ത് പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു പാരലൽ യൂണിവേഴ്സ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് പറയാം. ഈ യൂണിവേഴ്സിലേക്ക് വരുന്നത് നമ്മൾ ഇതുവരെ കണ്ട മാധ്യമ ലോകത്തെ നമ്മളെ വിവരങ്ങൾ അറിയിച്ച, വാർത്തകൾ അറിയിപ്പിച്ച, തെറ്റിദ്ധരിപ്പിച്ച, നമ്മളെ വഴിമാറ്റി ചിന്തിപ്പിച്ച പല മുഖങ്ങളും അതിൻ്റെ പിന്നണിയിലെ തലകളുമൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഈ ബിഗ് ടി വി ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നത് 100% സത്യസന്ധമായ കാര്യമാണ്. കാരണം ഒരു കോമ്പറ്റീറ്റർ കൂടി വരുമ്പോൾ മാക്സിമം വാർത്തകൾക്ക് പിന്നാലെ മറ്റു മാധ്യമങ്ങൾ ഓടും. അത് രണ്ട് കാര്യങ്ങളിൽ അവിടെ പ്രശ്നമുണ്ട്. കുറേ നിരപരാധികളെ അപരാധികളായി എടുത്ത് ചിത്രീകരിക്കപ്പെടും, കുറേ കള്ളന്മാരൊന്നുകൂടി ഭയപ്പെടും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ ഇതിനകത്തേക്ക് വരുന്ന ജേർണലിസ്റ്റുകൾ, പ്രധാന മുഖങ്ങളായി വരുന്ന പല ആളുകളുടെയും സ്പീച്ചുകളാണ് രാവിലെ മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വേണു ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു വാചകം, അതാണിപ്പോൾ മേഘ തുടക്കത്തിൽ ഞാൻ എഴുതി വെച്ചത് നോക്കി എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞത്. പറഞ്ഞ ഡയലോഗ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ അത് വേണുവാണ് പറഞ്ഞത്. ഉള്ളടക്കത്തിന്റെ ഉൾക്കരുത്തും അവതരണത്തിന്റെ ഊർജ്ജവും. വേണു പറഞ്ഞ വാചകത്തെ സുജയ പാർവതി ആവർത്തിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സുജയ പാർവതി പറഞ്ഞത് വേണു എൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന രണ്ട് വാചകങ്ങളാണ്: ഉള്ളടക്കത്തിന്റെ ഉൾക്കരുത്ത്, അവതരണത്തിന്റെ ഊർജ്ജം. വേണു വേണുചേട്ടൻ അതിനകത്ത് കൃത്യമായി പറയുന്നത്, പരമ്പരാഗതമായി വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, അതെനിക്ക് തോന്നുന്നു അദ്ദേഹം ഏഷ്യാനെറ്റിനെയോ മാതൃഭൂമി മനോരമയാണ് കോട്ട് ചെയ്യുന്നത് തോന്നുന്നു. പക്ഷെ അവിടുത്തെ പ്രശ്നം ഉള്ളടക്കങ്ങൾക്ക് കൃത്യമായ കട്ടിയുണ്ട്. ഉള്ളടക്കം കൃത്യമാണ്, വാർത്തകളിൽ ഉള്ളടക്കം കൃത്യമാണ്. പക്ഷെ അവതരണത്തിൽ പുതുമയില്ല. ട്രഡീഷണലായി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവതരണ ശൈലിയിലാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു നെഗറ്റീവായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകണം. രണ്ട്, അതിനുശേഷം വന്ന പിൻതലമുറ അല്ലെങ്കിൽ പുതുതലമുറ മാധ്യമങ്ങൾ, അതായത് 24 തുടങ്ങി വെച്ചൊരു യുദ്ധം, റിപ്പോർട്ടറിന്റെ റീലോഞ്ചിങ്, അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവതരണത്തിന് ഭയങ്കര ഊർജ്ജമാണ്. സ്ക്രീനിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള അവതാരകരെയും അഗ്രസീവായിട്ടുള്ള വാർത്താ അവതാരകരെയും റിപ്പോർട്ടർമാരെയും ഒക്കെ കാണാൻ സാധിക്കുന്നു. ടെക്നോളജി അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. പക്ഷേ വേണു അതിൽ കുറ്റം പറയുന്നതിൻ്റെ ഉള്ളടക്കത്തിൽ കരുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത്, ഈ കുറ്റം പറയുന്ന മാധ്യമത്തിലും ഇദ്ദേഹമല്ല, ആ നിന്ന് എല്ലാവരും ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്ത ഒരു മാധ്യമ സ്ഥാപനത്തിൽ, ശമ്പളം വാങ്ങിയ ഒരു മാധ്യമ സ്ഥാപനത്തിൽ പുതിയൊരു മേച്ചിൽപ്പുറം തേടി ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ ഇൻഡയറക്റ്റായി വിമർശിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി വിമർശനങ്ങൾ ഇപ്പോൾ എല്ലാ സ്ഥാപനം, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അവരോട് പൂർണ്ണ വിധേയത്വം കാണിക്കണം എന്നുള്ള നിർബന്ധം. പക്ഷെ അതൊരു മറ്റൊരു സ്ഥാപനത്തിന് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്തൊരു സ്ഥാപനം, ഇപ്പം ഞാൻ നവകേരള ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റേതായ മാധ്യമ സ്ഥാപനവും അഡ്വർടൈസിങ് കമ്പനിയും ഒക്കെ ആയിട്ട് പുതിയൊരു സ്ഥാപനമായി തുടങ്ങുന്നത്. ഒരിക്കൽ പോലും ഞാൻ ഇതുവരെ അതിൻ്റെ മാനേജ്മെൻറ്റിനെയോ അതിൻ്റെ കാര്യങ്ങളെയോ രീതികളെയോ എന്താക്കിയിട്ടില്ല, എൻ്റെ സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് ഞാൻ എന്നിൽ കാണുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതെൻ്റെ സ്വന്തം സ്ഥാപനമാണ്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് പറയാമായിരുന്നു. ഇത് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒന്നാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഡിജിറ്റൽ മാധ്യമമാകട്ടെ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് മാധ്യമമാകട്ടെ, അല്ലെങ്കിൽ പത്രമാധ്യമമാകട്ടെ, എന്ത് തന്നെ ആയാലും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാരണത്താൽ ചിലപ്പോൾ സാലറി ഹൈക്ക് കിട്ടേണ്ടിയിട്ടാകാം, അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തരത്തിൽ മറ്റൊരു അവിടുത്തെ മാനേജ്മെൻറ്റുമായി അല്ലെങ്കിൽ എഡിറ്റോറിയൽ ടീമുമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാകാം, എന്തെങ്കിലും ഒരു കാരണത്താൽ രാജിവെച്ച് പുറത്തിറങ്ങിയതിനു ശേഷം ആ സ്ഥാപന മുതലാളിയെയും ആ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററെയും ആ സ്ഥാപനത്തിൻ്റെ ഉന്നത പോസ്റ്റുകളിൽ ഇരിക്കുന്നവരെയും നിശ്ചിതമായി മറ്റു മാധ്യമങ്ങളിൽ പോയിരുന്ന് വിമർശിച്ച് അവർക്കെതിരെ പരപടിയുന്ന ഒരു സമ്പ്രദായം ഈ പുതുയുഗ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് 24 പിന്നോട്ടല്ല, റിപ്പോർട്ടറും പിന്നോട്ടല്ല, ഒരു മാധ്യമ സ്ഥാപനങ്ങളും പിന്നോട്ടല്ല. ഈ വേണു ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിയിൽ അത് സാധ്യമല്ല എന്നുള്ളത്. ഏഷ്യാൻ ന്യൂസിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. നമുക്ക് 24 ന്യൂസിൽ തന്നെ ശ്രീകണ്ഠൻ നായർ പലപ്പോഴും അവിടെ നിന്ന് രാജിവെച്ച് പോയ പലരെയും തമാശ രൂപേണ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പലരുടെയും പല ആളുകളെയും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ കൊല്ലം കൂട്ടാരക്കര മേലിൽ ആ ശൈലിയുണ്ട്. ആ ശൈലിയിൽ പുള്ളി ഇങ്ങനെ വിമർശിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ട് ഭയങ്കരമായി കുത്തും. ഇപ്പുറത്ത് റിപ്പോർട്ടർ ടി വിയിലും പോയിരുന്നത് പഴയതിനെ കുത്തുന്ന
ഒരു സമ്പ്രദായം ഉണ്ട് എന്നുള്ളതാണ്. ബിഗ് ടി വിയുടെ ലോഞ്ചിലും അവർ വളരെ വടിവത്ത ഭാഷയിൽ വടിവത്ത അവതരണ ശൈലിയിൽ ഇത് തന്നെയാണ് തങ്ങൾ മുന്നേ പോയിരുന്ന മാധ്യമ സ്ഥാപനങ്ങളെ വിമർശിക്കുകയാണ് ചെയ്തത്. താൻ പുതിയതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബിഗ് ടി വിയുടെ മേന്മ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റതിൻ്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടാണ് ഇവരിതിനെ അഡ്രസ്സ് ചെയ്തത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധാർമ്മികമായ ഒരു എതിർപ്പ് ആ കാര്യത്തിൽ മുന്നോട്ട് വെക്കാനുണ്ട്. ഇനി ബിഗ് ടി വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അത് ഇവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്താണ്, അതെനിക്ക് തോന്നുന്നു ലക്ഷ്മി പത്മയാണ് തുടങ്ങി വെച്ചത്. മലയാളത്തിലെ ഈ മാധ്യമ രംഗത്തെ രാജമൗലിയാണ് അനിൽ അയിരൂർ എന്നുള്ളതാണ്. അപ്പോൾ അനിൽ അയിരൂരിൻ്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ അനിൽ അയിരൂർ എന്ന് പറയുന്ന പേര് നമ്മളൊക്കെ കേട്ട് തുടങ്ങുന്നത് ഏഷ്യാനെറ്റ് കാലത്തുണ്ടാണ്. ഏഷ്യാനെറ്റ്, പിന്നീട് ഫ്ലവേഴ്സ് 24, അവിടെ നിന്ന് റിപ്പോർട്ടർ TV, കുറച്ചു കാലം സി മലയാളം എൻ്റർടൈൻമെൻറ്റ്, അവിടെ നിന്ന് ബിഗ് ടി വി എന്ന് പറയുന്ന വലിയ പ്രൊജക്റ്റിലേക്ക്. ഇതിൻ്റെ എല്ലാം അടിത്തറ പാകാൻ അതിൻ്റെ മുഖങ്ങളായി നിന്നവർക്കൊപ്പം നല്ല ഒന്നാന്തരം ഒരു എഞ്ചിനീയറായി ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമുക്കറിയുന്ന ആരെയാണ്? ആ കോൺട്രാക്ടറെയോ ആ മേസ്ത്രിയോ മാത്രമാണ് അറിയുക. അപ്പോൾ മേസ്ത്രി എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകരും, ഈ കോൺട്രാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറും, അതായത് ഫണ്ട് ചെയ്യുന്ന ഇൻവെസ്റ്ററും, ഇപ്പുറത്ത് ഇതിനൊരു എഞ്ചിനീയർ ഉണ്ടാവും, ഒരു മാസ്റ്റർ ബ്രെയിൻ, ഇതിങ്ങനെ വേണം ഇങ്ങനെ വേണം നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് കൂടെ നിൽക്കുന്ന ഒരാൾ. അതായിരുന്നു ഈ പറയപ്പെടുന്ന അനിൽ അയിരൂർ. ആ അനിൽ അയിരൂർ തന്നെ പറയുന്നു, ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ഇൻവെസ്റ്ററെ, ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ തെലങ്കാനയിൽ നിന്നുള്ള രേവന്ത് റെഡ്ഡിയുടെ ബ്രദറിനെ പരിചയപ്പെടുന്നത്. ബിഗ് ടി വി എന്ന് പറയുന്നത് തെലുങ്കിലെ വലിയൊരു നെറ്റ്വർക്കാണ്. അവിടെ മാധ്യമ പ്രവർത്തകർക്ക് അവർ കൊടുക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരുടെ നെറ്റ്വർക്ക് വളർത്തുന്നതിൻ്റെ ഭാഗമായി മലയാളത്തിലേക്ക് ഒരു ബിഗ് ടി വി എന്ന് പറയുന്നൊരു പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. അനിൽ അയിരൂരിന് വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള മാധ്യമപ്രവർത്തകരെ എല്ലാം അനിൽ അയിരൂർ അതിലേക്ക് വലിച്ചു. അതായത് വലിയ സാലറി എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് വലിയ സാലറി ആയിട്ടത്. ഇപ്പോൾ സുജയ പാർവതിക്ക് 10 ലക്ഷം രൂപ സാലറി, വലിയ അത്ഭുതത്തോടു കൂടി പല യൂട്യൂബർമാരും വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. എനിക്കതൊരു വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഈ ശ്രീകണ്ഠൻ നായർ ആകട്ടെ, അരുൺകുമാർ ആകട്ടെ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സുജയ പാർവതി ആകട്ടെ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും കുടുംബമില്ലേ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇവർക്ക് എപ്പോഴാണ് സമയം കിട്ടുക? ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ രാവിലെ 6 മണിക്ക് 24 വെക്കുമ്പോൾ മുതൽ രാത്രിയിൽ ഉറങ്ങുന്ന 11 മണി വരെയും നമ്മൾ ശ്രീകണ്ഠൻ നായരെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അരുൺകുമാറിനെ കാണും, ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു കപ്പ് ചായയുമായിട്ട് ഇറങ്ങി വന്ന പണിയാണ്. ഇപ്പോൾ ശിരൂരിൽ മണ്ണിടിച്ചിലോട്ടായപ്പോൾ അവിടെ അവരുണ്ട്, തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അവരവിടെയുണ്ട്, അച്യുതാനന്ദൻ മരണപ്പെട്ടപ്പോൾ അവരവിടെയുണ്ട്. എന്ത് സന്തോഷത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും അല്ല ഇവരവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിശയമായി നോക്കി നിൽക്കുന്ന. അപ്പൊ ഈ വാചകങ്ങൾ പറയുന്ന പല ആളുകളും, ഈ പറയപ്പെടുന്ന ശ്രീകണ്ഠൻ നായരോ അരുൺകുമാറോ ഒന്നും ഈ വാചകം പറഞ്ഞാൽ കേട്ടില്ല. ഈ വാചകങ്ങൾ പറയുന്ന നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞാൽ 2 ദിവസം ലീവ് തരുമോ എന്ന് ചോദിക്കുന്നവരാണ്. അല്ലേ? ആണ്. അപ്പൊ ആ എടുക്കുന്ന ജോലിക്ക് ഈ 10 ലക്ഷം രൂപ ശമ്പളം എന്ന് പറയുന്നത് വലിയ ശമ്പളമാണോ? അല്ല. എത്രയോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ നമ്മൾ പല ചാനലുകളിൽ നിന്ന് നമ്മുടെ ചാനലുകളിലേക്ക് വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്ന സാലറി 1 ലക്ഷത്തിന് മുകളിലേക്കൊക്കെയാണ് ഇപ്പോൾ. അതായത് കാലിബർ ഉള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. എന്തിനാ പറയുന്നത്? പുതിയതായിട്ടൊരു സബ് എഡിറ്റർ ഈ പറയപ്പെടുന്ന മീഡിയ അക്കാഡമിയിലോ അല്ലെങ്കിൽ ഈ 24 നേതൃത്വം കൊടുക്കുന്ന അക്കാഡമിയിലോ മീഡിയ വണ്ണിൻ്റെ അക്കാഡമിയിലോ മനോരമയുടെ അക്കാഡമിയിലോ ഒക്കെ പഠിച്ചിറങ്ങി നമ്മൾ അവർ HR ഇന്റർവ്യൂവിൻ്റെ സമയത്ത് എന്താണ് നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 25 to 30. ഒന്നും അറിയില്ല. ഒരു വാർത്ത ഡെവലപ്പ് ചെയ്യാൻ അറിയില്ല, ഒരു വാർത്ത കണ്ടെത്താൻ അറിയില്ല, ഒന്നും അറിയില്ല. അവരുടെ എക്സ്പെക്ടേഷൻ എവിടെയാണ്? അവർ ആ ഒരു സ്ഥലത്താണ് ഒരു മാധ്യമ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മുഖമായി മാറുന്ന ഒരാൾക്ക് 10 ലക്ഷം രൂപ ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, എനർജറ്റിക് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇനി ഈ ബിഗ് ടി വിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സുജയ പാർവതി ഒരു വനിത ആദ്യമായി ഒരു മലയാളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററായി വരുന്നു. അതാണ് അവർ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അതിനുമപ്പുറത്തേക്ക് സുജയ പാർവതിയുടെ കണ്ടന്റുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് എനിക്ക് പലപ്പോഴും എതിർപ്പുണ്ട്. ഇവർ പറയുന്ന വാചകങ്ങൾ, ഉള്ളടക്കവും ഊർജ്ജവും, അതിൽ ഉള്ളടക്കത്തിൽ എനിക്ക് സുജയ പാർവതിക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഊർജ്ജം എന്ന കാര്യത്തിൽ സുജയ പാർവതിക്ക് 10ൽ 15 മാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഡാൻസ് കളിക്കണോ? സുജയ പാർവതി ഉണ്ട്. കരയണോ? സുജയ പാർവതി ഉണ്ട്. പാട്ട് പാടണോ? അതായത് അവർ ചെയ്യുന്ന കോണ്ടന്റ്, അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തെ 100% പ്രേക്ഷകർക്ക് മനസ്സിൽ തട്ടി ഫീൽ ചെയ്യിപ്പിച്ച് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വാർത്താ അവതാരകയാണ് സുജയ പാർവതി. അത് ഫ്ലോറിലാകട്ടെ, ചർച്ചകളിലാകട്ടെ, ഔട്ട്ഡോർ റിപ്പോർട്ടിങ്ങിലാകട്ടെ, എന്ത് കാര്യത്തിലായാലും. അപ്പോൾ അവിടെ ആയിരിക്കാം ഒരു പക്ഷേ ഇവർ പറയുന്ന, അതായത് ഈ സാധനം കൊടുക്കണമല്ലോ, പ്രോംപ്റ്ററിലേക്ക് വരുന്ന സാധനം അതേ എനർജറ്റിക് ആയിട്ട് കൊടുക്കണമല്ലോ, അതിന് പറ്റുന്ന മുഖങ്ങളായി അവിടെ ഈ പറയപ്പെടുന്ന സുജയ പാർവതിയുണ്ട്, ലക്ഷ്മി പത്മയുണ്ട്. ഇവരൊക്കെ അതിൽ ലക്ഷ്മി പത്മ ന്യൂസ് 24 മലയാളം എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിനെ അത്യാവശ്യം നല്ല രീതിയിൽ കൈപിടിച്ചുയർത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരികളിൽ ഒരാളായി. ഇന്ന് വിചാരിച്ചു ന്യൂസ് 24 മലയാളത്തിൽ എന്തെങ്കിലും സംഭവിച്ചു? അവർ പോയിട്ട് സംഭവിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും
അവരെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഹോംവർക്ക് ചെയ്യുന്നവരാണ്. അവരെടുക്കാൻ പോകുന്ന കണ്ടന്റിനെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണമെന്നതിന് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രെൻഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ബുദ്ധിമതിയായ മാധ്യമ പ്രവർത്തക എന്ന് ഞാൻ ലക്ഷ്മി പത്മയെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ്. വേണു ബാലകൃഷ്ണന് ഉള്ളടക്കമുണ്ട്, ഊർജ്ജമുണ്ടോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹത്തിന്റെ വാർത്തകൾ വളരെ തണുപ്പൻ മട്ടിലാണ്. അത് 24-ലായാലും മീഡിയ 1-ലായാലും ഒക്കെ വളരെ തണുപ്പൻ മട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമം ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു, യൂടോക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ബാലകൃഷ്ണനോട് ചേർത്ത് വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്ത് ലോഞ്ചിന്റെ അന്ന് തന്നെ പിണറായി വിജയനാണ് ഉദ്ഘാടനം നടത്തിയത്. അന്ന് തന്നെ അത് തകർന്നു തരിപ്പണമാക്കി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കുറേ കുട്ടികൾ, കുറേ ജേർണലിസം പഠിച്ചിറങ്ങിയ കുറേ കുട്ടികൾ ചേർന്ന് കണ്ടന്റുകളൊക്കെ ഇട്ടു പോകുന്നു. ജോബി ജോർജിന്റെ പൈസയായിരുന്നു, വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയത്. ഒരു സാറ്റലൈറ്റ് ചാനലിന് വെല്ലുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇവരുടെ വാക്ക് വിശ്വസിച്ച് അദ്ദേഹം ഇറക്കി. ജോബി ജോർജിന്റെ പരസ്യമായി ഇവരെ വിമർശിക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ആ ഒരു ഇൻസിഡന്റിന് ശേഷം അദ്ദേഹത്തെ ഫ്രെയിമിൽ കാണുമ്പോഴെല്ലാം ഒരു തണുത്ത മട്ടിലാണ്. വേണു ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില മുഖങ്ങൾ ഓടി വരും. പഴയ ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിലിരുന്ന് തകർത്ത ഒരു വേണു ബാലകൃഷ്ണനുണ്ട്. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് പുതിയ ആളുകൾ വന്നപ്പോഴേക്ക് ഇവർ അദ്ദേഹത്തിന്റെ ഉള്ളടക്കത്തിൽ കാര്യമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതായിരിക്കും ഇവർ ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും, ഉള്ളടക്കവും ഈ പറയപ്പെടുന്ന. പിന്നെ അപർണ കുറുപ്പുണ്ട്, അതിൽ ന്യൂസ് 18-ൽ കൊള്ളാവുന്ന മുഖങ്ങളിൽ അന്നായിരുന്ന അപർണ കുറുപ്പുണ്ട്. അത്തരത്തിൽ എന്തായാലും ആളുകൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന റിപ്പോർട്ടർമാരിലും അത്തരത്തിൽ നമ്മുടെ പ്രിയങ്കരായ പല ആളുകളും, നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പല ആളുകളും ഇവർ കഴിഞ്ഞ ദിവസത്തെ ലോഗോ ലോഞ്ചും അവരുടെ സ്റ്റാറ്റസുകൾ കാണുമ്പോഴേ ഇയാളും പോയോ. കാരണം നമ്മൾ ഒരിക്കലും റിപ്പോർട്ടറിൽ നിന്നോ 24-ൽ നിന്നോ പോകില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന പല ആളുകളെയും ബിഗ് ടി വിയിലേക്ക് എത്തിക്കാൻ അനിൽ അയിരൂർ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസന്, ഞാൻ അദ്ദേഹത്തെ ബാഹുബലിയിലെ ഡയറക്ടറായിട്ടൊന്നും അല്ല ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ ബുദ്ധിരാക്ഷസൻ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബിഗ് ടി വി അവർ എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരാൾ കൂടി ഈ ഒരു സ്പേസ് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തടിക്കുന്നു. ഇപ്പം ന്യൂസ് 24 മലയാളം ആരും പേടിച്ചില്ല, അവരാരും വിചാരിച്ചില്ല അതങ്ങനെ കയറി വരും എന്ന് വിചാരിച്ചില്ല. ഒരു തണുപ്പൻ മട്ടിലൊക്കെ വന്നു. പക്ഷെ അവരൊരു തുടക്കത്തിൽ അടിച്ചൊരു വാർത്തയുണ്ട്, ആ വാർത്തയുടെ ഫോളോ അപ്പ് കണ്ടിട്ടില്ല. അത് മലയാളി മണ്ടന്മാരൊന്നും അല്ല കേട്ടോ. ഇവിടെ അവയവ കച്ചവടത്തിന്റെ ഒരു സ്റ്റോറി ഫസ്റ്റ് അടിച്ചായിരുന്നു, അതിന്റെ ഫോളോ അപ്പ് പിന്നെ കണ്ടിട്ടില്ല. അത് എങ്ങനെയാണ് സെറ്റിൽ ആയത് എന്നുള്ളത് നമുക്കറിയില്ല. എനിവേ ചിലപ്പോൾ അവർക്ക് അതിന്റെ കണ്ടന്റിന്റെ ബാക്കി കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന പുതിയതായി വരുന്ന ഇവർ പേടിപ്പിക്കുന്നു. റിപ്പോർട്ടർ വന്നതുപോലെ ഇവര് ഭയപ്പെടുത്തുന്നു മറ്റുള്ളവരെ, മാധ്യമപ്രവർത്തകരെ, മാധ്യമ സ്ഥാപനങ്ങളെ, മാധ്യമ മുതലാളിമാരെ. ഹൈപ്പ്, ഓവർ ഹൈപ്പ്. ഈ ഓവർ ഹൈപ്പ് എന്തായാലും തുടക്കത്തിൽ ചെയ്യാൻ അല്ലായൊരു സമ്മതിക്കില്ല. എത്ര കാലം ഇവരുടെ ഊർജ്ജത്തിൽ ഇവരുണ്ടാക്കാൻ പോകുന്ന ഒരു വൈബിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇന്നലെ അടൂർ പ്രകാശ് കൃത്യമായ റിപ്പോർട്ടർ ടി വിയുടെ മൈക്കിന് മുന്നിൽ നിന്ന് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്, UDF അധികാരത്തിലെത്തിയാൽ മരം മുറി, അതാണ് ഇത് ഉപയോഗിച്ച വാക്കതാണ്, മരമുറി ചാനലിന്റെ സകലോടായ്പകൾ. മരമുറി കേസൊന്നും തീർന്നിട്ടില്ലല്ലോ, എഴുതി വെച്ചോ UDF അധികാരത്തിൽ വന്നാൽ അത് തീരും. അവിടെയും കൊട്ടുന്നുണ്ട് ആര്, നമ്മുടെ അവിടെയും കൊട്ടുന്നുണ്ട് 24-ൽ നിന്ന് ബിഗ് ടി വിയിലേക്ക് പോയ വിജയകുമാർ ഏട്ടൻ ബിഗ് ടിവിയുടെ പേരിൽ ഞങ്ങൾ ആരുടെയും PR ചെയ്യുന്നവരായിരിക്കില്ല. അപ്പോൾ വിജയകുമാർ വ്യക്തമാക്കേണ്ടത് അങ്ങയുടെ പഴയ തട്ടകമായിരുന്ന ഇപ്പോൾ റിപ്പോർട്ടർ TV, പിന്നീട് അങ്ങയുടെ തട്ടകമായ 24 ന്യൂസ്, ഇവരൊക്കെ ആരുടെ PR ആയിരുന്നു ചെയ്തിരുന്നത് എന്ന് അങ്ങയുടെ ഫേസ്ബുക്ക് പേജിലെങ്കിലും കുറിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം വിജയകുമാർ ഏട്ടനുണ്ട്, ഇല്ലേ? ഒരു ഫ്ലോറിൽ വന്നിരുന്ന് ഇന്നലെ വരെ ഞങ്ങൾ സ്ക്രീനിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററുടെ വലതുവശത്ത് സ്ഥാനം കൈയാളിയിരുന്ന ഒരാൾ, അദ്ദേഹം നാക്കെടുത്താൽ ആ ചീഫ് എഡിറ്റർ 100 തവണ വിജയകുമാർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു ചീഫ് എഡിറ്ററുടെ അത്രയും പെറ്റായിട്ട് നമ്മൾക്ക് തോന്നിയിരുന്ന 24-ന്റെ നാവായിരുന്ന വിജയകുമാർ ഏട്ടൻ ഇന്നലെ ബിഗ് ടി വിയുടെ ഫ്ലോറിൽ വന്നു നിന്ന് പറയുകയാണ് ഞങ്ങൾ ആരുടെയും PR. അപ്പോൾ ഈ ബാക്കി മാധ്യമ സ്ഥാപനങ്ങൾ, അങ്ങ് വർക്ക് ചെയ്തിരുന്ന 24, അങ്ങ് പണ്ട് വർക്ക് ചെയ്തിരുന്ന ഈ റീലോഞ്ചിന് മുമ്പ് വർക്ക് ചെയ്ത റിപ്പോർട്ടർ TV അടക്കമുള്ള സ്ഥാപനങ്ങൾ ആരുടെ PR ആണ് ചെയ്തുകൊണ്ടത്? ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, റിപ്പോർട്ടർ TV ആരുടെ PR ആണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും 24 ആരുടെ PR ആണ് ഞങ്ങൾക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല. അവർ കുറേ കാലം ഇടതുവശം പിടിക്കും, പിന്നെ കുറച്ച് കാലം വലതുവശം പിടിക്കും, പിന്നെ BJP-ക്കാർ ഒന്ന് തൊട്ട് തലോടി പോകും. അങ്ങനെ ഒരു എഡിറ്റോറിയൽ പോളിസിയാണ് 24 എടുത്തിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ചെയ്തിരുന്ന PR ആരുടേതാണെന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം വിജയകുമാർ ഏട്ടനെ പോലെയുള്ള സീനിയർ ജേർണലിസ്റ്റുകൾക്ക് ഉണ്ട് എന്നുള്ളത്. എന്നാലും ബിഗ് TV നൽകുന്ന പ്രതീക്ഷ, ഇനിയും മാധ്യമ സ്ഥാപനങ്ങൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇടമുണ്ട് എന്നുള്ളതാണ്. പല ചാനലുകളും പ്രതിസന്ധിയിലാണ്, കൂടുതലായി എന്റർടൈൻമെന്റ് ചാനലുകൾ വളരെ വലിയ പ്രതിസന്ധിയിലാണ്, പൊട്ടിപ്പോകലിന്റെ അവസ്ഥയിലേക്ക്
സാറ്റലൈറ്റിൽ നിന്ന് പിൻവലിഞ്ഞ് ഡിജിറ്റലായി മാത്രം നിൽക്കാനുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയ കോടി 600 കോടി എന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ചാനൽ കൂടി വരുന്നു, മറ്റു പല ചാനലുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം, അധിക ദിവസങ്ങളൊന്നും വേണ്ടി വരില്ല. ഇവരൊക്കെ ഹൈദരാബാദിൽ പോയൊരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരട്ടെ, കാണാം നമുക്ക് മാധ്യമ ലോകത്ത് നടക്കാൻ പോകുന്ന വിസ്ഫോടനങ്ങൾ എന്താണ് എന്ന് നമുക്കൊരു ഓരത്തിരുന്ന് കണ്ടിട്ട് ഇതുപോലെ ഇരുന്ന് കുറ്റം കുറവൊക്കെ പറയാം.